കാര്യവട്ടം ഏകദിനം കഴിഞ്ഞെങ്കിലും വിവാദം തുടരുകയാണ്. കായികമന്ത്രി വി അബ്ദുറഹ്മാനെതിരെ വിമർശനവുമായി സിപിഐ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ രംഗത്തു വന്നു. പട്ടിണി കിടക്കുന്നവർ കളി കാണേണ്ട എന്ന പരാമർശം വരുത്തിവെച്ച വിന അത് ഇന്നലെ നേരിൽ കണ്ടുവെന്നാണ് പന്ന്യൻ പറയുന്നത്. നഷ്ടം KCAക്ക് മാത്രമല്ല സർക്കാരിന് കൂടിയാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നും പന്ന്യൻ രവീന്ദ്രൻ തുറന്നടിച്ചു. മന്ത്രിയുടെ പ്രസ്താവന കാരണം ക്രിക്കറ്റിനെ ബഹിഷ്കരിക്കുന്നത് ശരിയാണോ എന്നായിരുന്നു KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരിയുടെ പ്രതികരണം. ബഹിഷ്കരിച്ചവരെ മോശക്കാരായി കാണുന്നില്ല, ഒരു പ്രസ്താവന വന്നു, അതിൽ ജനങ്ങൾ പ്രതികരിച്ചുവെന്നും ബിനീഷ് കോടിയേരി. നമുക്ക് വർഷത്തിലൊരിക്കലാണ് കേരളത്തിൽ ഒരു ഇൻ്റർനാഷണൽ മാച്ച് കിട്ടുന്നത്. വർഷത്തിലൊരിക്കലാണ് ഒരു മാച്ച് സംഘടിപ്പിക്കപ്പെടാൻ വേണ്ടി നമുക്ക് അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇനിയും മാച്ചുകളിലൂടെ വരണം, ഇനിയും മത്സരങ്ങളിലൂടെ സംഘടിപ്പിക്കപ്പെടണം. ക്രിക്കറ്റിൻ്റെ ഒരു വളർച്ചയ്ക്ക് കൂടുതൽ മാച്ചുകളിലൂടെ വന്നാലേ സാധ്യമാവുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മളിനി ചർച്ച ചെയ്യേണ്ടത്. ആ ആംഗിളിൽ കൂടി കാണണം. നല്ല മത്സരം സംഘടിപ്പിക്കാൻ പറ്റി. സ്വാഭാവികമായിട്ടും ഒരു പ്രസ്താവന വന്നു, അതിനോടൊരു വിരോധം. സ്വാഭാവികമായിട്ടും കേരളം വളരെ പ്രബുദ്ധരായ ജനതയാണ് നമ്മുടെ. അത്തരത്തിലുള്ള ഒരു പ്രസ്താവന വരുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കണമെന്ന് സ്വാഭാവികമായിട്ട് തോന്നും. ഈ പ്രതികരിച്ചവരെല്ലാവരും മോശക്കാർ, അവരെല്ലാവരും അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ചിന്തിക്കുന്നത്. അത് സ്വാഭാവികമായ ഒരു വൈകാരികമായ ഒരു പ്രതികരണം മാത്രമായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, നാളെ ഇവിടെ വേറൊരു ക്രിക്കറ്റ് മത്സരം, അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം ഇതേ സ്റ്റേഡിയത്തിൽ നിറഞ്ഞ കാളികളുമായിട്ട് നമുക്ക് മത്സരം സംഘടിപ്പിക്കാൻ പറ്റും. ഇതൊരു പൊടുന്നനെ വന്ന വൈകാരികമായ ഒരു പ്രതികരണം മാത്രമായിട്ട് ഞങ്ങൾ കാണുന്നത്. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ, ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ, ഇന്ത്യയെ സ്നേഹിക്കുന്നവർ, ഇന്ത്യൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ നാളെ ഒരു മത്സരം വന്നാൽ ഏറ്റവും ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് ഈ മത്സരങ്ങൾ കാണാനൊക്കെ വരും, ക്രിക്കറ്റിന്റെ കൂടെ നിൽക്കും. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, ഇന്നലെ കാര്യവട്ടത്ത് കാണികൾ കുറഞ്ഞത് കേരളത്തിനെ സംബന്ധിച്ച് വലിയ നാണക്കേടായെന്ന് പൊതുവെ വിലയിരുത്തുന്നത്. CPI നേതാവ് മന്ത്രിക്കെതിരെ ഇന്നലെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. KCAയുടെ വിലയിരുത്തൽ ഈ വിഷയത്തിൽ എങ്ങനെയാണ്? വിവരങ്ങൾ. KCAയെ സംബന്ധിച്ചിടത്തോളം നഷ്ടം തന്നെയാണ്. കാരണം ഇത്രയും മനോഹരമായ ഒരു മത്സരം, അതും ഏറ്റവും ലോകത്തെ തന്നെ മികച്ച റെക്കോർഡ് സ്വന്തമാക്കിയ ഒരു മത്സരം, ആ മത്സരത്തിൽ കാണികൾ കുറവായിരുന്നു എന്നുള്ളത് KCAക്ക് വലിയ നഷ്ടമാണ്. അത് ഭാവി മത്സരങ്ങൾ ലഭിക്കുന്നതിന് പോലും വലിയ നഷ്ടമാണ്. എന്തായാലും ഉണ്ടായ സാഹചര്യം BCCIയെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് KCAയുടെ തീരുമാനം. കാരണം മന്ത്രിയുടെ പ്രസ്താവന, അത് കൂടാതെ പരീക്ഷ, മണ്ഡലകാലം തുടങ്ങി മറ്റ് സാഹചര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് KCA വിലയിരുത്തുന്നുണ്ട്. എന്നാലും മന്ത്രിയുടെ പ്രസ്താവന ഇതിലേറ്റവും നിർണായകമായി എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം പട്ടിണി കിടക്കുന്നവർ മത്സരം കാണാൻ വരേണ്ടതില്ല എന്നതാണ് കായിക മന്ത്രി കൂടിയായ വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചത്. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിലെല്ലാം വരികയും ചെയ്തു. പ്രത്യേകിച്ച് ഈ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ വന്നു. ഇതോടുകൂടി സാധാരണ ഏതു മത്സരമാണെങ്കിലും കാണാൻ ആഗ്രഹിച്ചിരുന്ന മലയാളികൾ എപ്പോഴും നിറഞ്ഞ സ്റ്റേഡിയത്തിൽ കളി നടന്നിരുന്ന കാര്യവട്ടത്തേക്ക് എത്തിയില്ല. വളരെ കുറച്ചു പേർ മാത്രം, 6200ഓളം പേർ മാത്രമാണ് ടിക്കറ്റ് എടുത്തത്. 12000ഓളം പേർ കളി കാണാനുണ്ടായിരുന്നെങ്കിലും ബാക്കി 6000ഓളം ടിക്കറ്റുകൾ പൂർണ്ണമായി കോംപ്ലിമെൻ്ററി, അതായത് സൗജന്യമായി നൽകിയ ടിക്കറ്റുകളായിരുന്നു. 6000ഓളം ടിക്കറ്റുകൾ മാത്രമേ വിറ്റുള്ളൂ. സർക്കാരിനും, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ലഭിക്കേണ്ട നികുതിയിലും വലിയ കുറവ് വന്നു. ഒപ്പം ഇതിനും, അതായത് വിനോദ നികുതി, എല്ലാ നികുതിയിലും വലിയ കുറവ് വന്നു. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഇല്ലാത്തത് സർക്കാരിനും വലിയ നഷ്ടം തന്നെയാണ്, ആളുകൾ കാണാൻ വരാത്തത്. എന്തായാലും ഇനി വലിയ മത്സരങ്ങൾ വരുന്നു, ലോകകപ്പ് വരുന്നു. അതിന് മുന്നോടിയായി ഒന്നിലധികം മത്സരങ്ങൾ ഇന്ത്യയുടെ മത്സരങ്ങളടക്കം കേരളത്തിൽ നടത്തി അത് തെളിയിച്ചാൽ മാത്രമേ ലോകകപ്പിൻ്റെ ഒരു വേദി ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുമെന്നാണ് KCA അധികൃതർ പറഞ്ഞത്. നിലവിൽ ഒരു ഹെഡ് ക്യാമ്പയിൻ വന്നത്, അത് ജനങ്ങൾ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വൈകാരികമായി തന്നെ പ്രതികരിച്ചു. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിക്ക്, അല്ലെങ്കിൽ ആളുകൾ കയറാത്തതിന് കാരണമായി കണക്കാക്കുന്നത്. ഒപ്പം മത്സരം മൂന്നാമത്തെ മത്സരമാണ്. അതിൽ ഒരു ഫൈനലിൻ്റെ പ്രതീതി ഉണ്ടായിരുന്നില്ല. 2 മത്സരങ്ങളും ഇന്ത്യ ജയിച്ചത് കൊണ്ട് തന്നെ അതിന് ടൂർണമെൻറ്റ് വിജയിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നതായി വിലയിരുത്തുന്നു. പക്ഷേ ഏറ്റവും സുപ്രധാന കാര്യം മന്ത്രി ആ സമയത്ത് നടത്തിയ പ്രസ്താവന തന്നെയായിരുന്നു. നികുതി കുറയ്ക്കണമെന്ന് ആവശ്യമുയർന്നപ്പോൾ മന്ത്രി നടത്തിയ പ്രതികരണം 5% നികുതി എന്നുള്ളത് 12% ഉയർത്തിയതാണ്. ഒരു വളരെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി ആണ് ഇത്തരത്തിൽ ഒരു നികുതി ഉയർത്തിയത്. പക്ഷേ അതിന് ന്യായീകരിച്ചുകൊണ്ടായിരുന്നു മന്ത്രി പറഞ്ഞ പ്രസ്താവന. അതാണ് വലിയ ഇക്കാര്യങ്ങൾ ഇന്നലെ KCAയുടെ പ്രതിനിധികൾ നമ്മളോട് ഈ വിഷയം ഇന്നലെയും ഇന്നുമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും BCCIക്ക് ഇതിലൊരു കൃത്യമായ വിശദീകരണം നൽകേണ്ടതുണ്ട്. എത്തരത്തിലായിരിക്കും ആ വിശദീകരണം? ഈ ഒരു പരാമർശത്തെക്കുറിച്ചുണ്ടായ പ്രശ്നമാണ് ഇത് എന്ന് പൂർണ്ണമായിട്ട് BCCIയെ അറിയിക്കാനാണോ സാധ്യത? മറ്റെന്തൊക്കെ കാരണങ്ങളായിരിക്കും
ആളുകൾ കുറയാൻ കാരണം 40,000-ഓളം പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയമാണ്. അത്രത്തോളം 40,000-ഓളം പേര് ഇരിക്കുകയും ബാക്കിയുള്ളവർ പുറത്തു നിന്നവരെ മത്സരം കണ്ട് ആഘോഷമാക്കിയ ഒരു സ്റ്റേഡിയമാണ് കാര്യവട്ടം. അതുകൊണ്ട് തന്നെ ആളുകൾ എത്താത്ത സ്റ്റേഡിയമല്ല, അത്തരത്തിൽ വലിയ സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഭൗതിക സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ടും കളി കാണാൻ എത്താത്തത് ഈ മന്ത്രിയുടെ പ്രസ്താവന തന്നെയാണ് പ്രധാന കാരണമായി BCCIക്ക് കൊടുക്കുന്ന റിപ്പോർട്ടിൽ KCI വിലയിരുത്താൻ പോകുന്നത്. കാരണം അത് തള്ളിക്കളയുന്നില്ല. ആദ്യഘട്ടത്തിൽ ബിനീഷ് കൊടിയേരി അടക്കം മന്ത്രിയുടെ പ്രസ്താവന വലിയ കാര്യമല്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണം നടത്തിയെങ്കിലും ഇന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ അത് പ്രധാന ഘടകമായി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം മന്ത്രി ഒരു പ്രസ്താവന നടത്തി, പ്രബുദ്ധരായ ജനങ്ങളാണ് കേരളത്തിലുള്ളവർ, അവർ വൈകാരികമായി തന്നെ അതിനോട് പ്രതികരിച്ചു. പക്ഷേ നാളെ ഒരു ദിവസം വരുമ്പോൾ അത് മാറും എന്നുള്ളൊരു പ്രതീക്ഷയും പങ്കുവെക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ കളിയാണ്, ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് ഒരു വികാരമായി കാണുന്നവർ ഇത്തരം പ്രസ്താവന കൊണ്ട് മാത്രം ക്രിക്കറ്റിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെ ബഹിഷ്കരിക്കില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസം KCA ഭാരവാഹികൾക്കുണ്ട്. എന്തായാലും ആള് കുറയാനുള്ള പ്രധാന കാരണം മന്ത്രിയുടെ പ്രസ്താവന തന്നെയാണ് എന്നുള്ള നിലപാട് KCA എടുക്കും. അത് BCCI അറിയിക്കും. ഒപ്പം അത് പരിഹരിക്കാൻ മന്ത്രിയെ നേരിട്ട് കണ്ട് സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കണമെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ള സൂചനയുമുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിയുടെ പ്രസ്താവന ഏറ്റവും കാണികളുടെ എണ്ണം കുറയാൻ ഒരു പ്രധാന കാരണമായി വിലയിരുത്തുന്നു. ഒപ്പം മറ്റ് ഘടകങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ പരീക്ഷ, ഒപ്പം മണ്ഡലകാലത്തിൻ്റെ സമാപനമാണ്, ഒപ്പം മത്സരത്തിന് ഒരു ഫൈനലിൻ്റെ പ്രതീതി ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. അപ്പോഴും നമുക്കറിയാം ഏറ്റവും പ്രധാന താരങ്ങളെല്ലാം കളിക്കുമെന്നുള്ള കളിക്കും തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം മത്സരം കാണാൻ മലയാളികൾ അടക്കമുള്ള ക്രിക്കറ്റ് പ്രേമികൾ കുത്തിക്കയറേണ്ടതാണ്, അല്ലെങ്കിൽ വലിയ രീതിയിൽ ആവേശത്തോടെ വരേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു കുത്തൊഴുക്കുണ്ടായില്ല. കുത്തൊഴുക്ക് പോയിട്ട് സാധാരണ ഒരു സിറ്റിംഗ് കപ്പാസിറ്റിയിലേക്ക് പോലും ആളെത്തിയില്ല, പകുതി പോലും എത്തിയില്ല. അതായത് 40,000 വരികയാണെങ്കിൽ അതിൽ 6,000-ഓളം മാത്രമാണ് ടിക്കറ്റ് എടുത്ത് കാണാൻ തയ്യാറായത്. എന്തായാലും അതിൽ വരും ദിവസങ്ങളിൽ അതിൻ്റെ സാഹചര്യങ്ങൾ പഠിച്ച് കായികമന്ത്രി അടക്കമുള്ളവർ തിരുത്തുമെന്നുള്ള പ്രതീക്ഷയും KCA ഭാരവാഹികൾ പരോക്ഷമായി കൂടി പങ്കുവെക്കുന്നുണ്ട്. ധന്യ. ഇതിൽ മറ്റൊരു കാര്യം പന്നിൻ രവീന്ദ്രന്റെ പ്രതികരണമാണ്. ഈ മന്ത്രിയുടെ അബ്ദുറഹ്മാന്റെ പരാമർശം ഉണ്ടായ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മളോട് വിശദമായിട്ട് അദ്ദേഹം ആ കാര്യം വിശദീകരിച്ചു. ഇന്നിപ്പോൾ രാവിലെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. ഇത് നഷ്ടം ക്രിക്കറ്റ് ആരാധകർക്കും സംസ്ഥാന സർക്കാരിനുമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മന്ത്രിക്ക് ഇന്നലെ സ്റ്റേഡിയം കണ്ടിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പം LDF-നുള്ളിൽ തന്നെ ഇതിനെതിരായി വിമർശനം വന്നിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ച പാർട്ടിക്കുള്ളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ പന്നിൻ രവീന്ദ്രൻ വളരെ വലിയ കായിക പ്രേമിയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വെച്ച് കൂടുതൽ ചർച്ചയിലേക്കൊന്നും ഒരുപക്ഷെ പോകാൻ സാധ്യത കുറവാണ്. പക്ഷേ അദ്ദേഹം CPIയുടെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം കായിക പ്രേമി ആയതുകൊണ്ടാണ് അത്രത്തോളം വൈകാരികമായ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത്രത്തോളം വൈകാരികമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. കഴിഞ്ഞ ദിവസത്തെ കളികളുടെ കാര്യങ്ങൾ, അതായത് വിരാട് കോഹ്ലിയും ഗില്ലും എല്ലാം നിറഞ്ഞാടി എതിരാളികളെ എറിഞ്ഞൊതുക്കിക്കൊണ്ട് സിറാജ് നടത്തിയ ഉജ്ജ്വല പ്രകടനവുമെല്ലാം മികച്ച അനുഭവമായി. പക്ഷേ കളിയെ പ്രോത്സാഹിപ്പിക്കേണ്ടവർ നടത്തിയ അനാവശ്യ പ്രതികരണം ഈ ഇപ്പോഴത്തെ ദുസ്ഥിതിക്ക് കാരണമായി. കായിക രംഗത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ബാധ്യതപ്പെട്ടവർ കായിക പ്രേമികളെ അവകാശത്തെ തടയാൻ ശ്രമിക്കരുത്. വിവാദങ്ങൾക്ക് പകരം വിവേകത്തിന്റെ വഴി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. പട്ടിണി കിടക്കുന്നവർ കളി കാണേണ്ട എന്ന പരാമർശം വരുത്തിവെച്ച വിന ഇന്നലെ നേരിൽ കണ്ടു. 40,000-ഓളം ടിക്കറ്റ് വിറ്റ സ്ഥലത്ത് 6,000-ൽ ചുരുങ്ങിയിരിക്കുന്നു. നഷ്ടം KCAക്ക് മാത്രമല്ല സർക്കാരിന് കൂടിയാണ്. പരാമർശക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഇന്റർനാഷണൽ മത്സരങ്ങൾ നഷ്ടപ്പെട്ടാൽ നഷ്ടം ക്രിക്കറ്റ് ആരാധകർക്കും സംസ്ഥാന സർക്കാരിനുമാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. എന്തായാലും ഈ പോസ്റ്റിൽ വലിയ വൈകാരികമായും പ്രതികരണത്തിനോടൊപ്പം മന്ത്രിയെയും കൃത്യമായി വിമർശിക്കുന്നുണ്ട്. എന്തായാലും വിമർശനങ്ങൾ പല മേഖലയിൽ നിന്ന് ഉയരുന്നു. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വൈകാരികമായ പ്രതികരണങ്ങളാണ്. പ്രത്യേകിച്ച് സ്പോർട്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിൽ തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും കായിക പ്രേമികൾ പ്രതികരിക്കുക. ഇപ്പോൾ ശ്രീ P. രംഗനാഥൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, ഇവിടെ അവസാനിക്കുന്നില്ല ഈ വിവാദം. ഇത് ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നു. മന്ത്രി ഏത് സാഹചര്യത്തിൽ എങ്ങനെ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അതുണ്ടാക്കിയ ഒരു ഇമ്പാക്ട്, അതിനുശേഷം വന്ന ക്യാമ്പയിൻ ബോയ്ക്കോട്ട് ചെയ്യണം. ഇന്നലെ സ്റ്റേഡിയവും അത്തരത്തിലായിരുന്നു. 6,500 ടിക്കറ്റിന് താഴെ മാത്രമേ ആളുകൾ എത്തിയുള്ളൂ എന്നുള്ളതും ദുഃഖകരമായ കാഴ്ചയാണ്. പ്രത്യേകിച്ച് സ്പോർട്സ് പേഴ്സൺസിനെ ഇല്ലെങ്കിൽ കായിക പ്രേമികളെ എല്ലാം സംബന്ധിച്ച് വളരെ ദുഃഖകരമായ കാഴ്ചയാണ് ഇന്നലെ സ്റ്റേഡിയത്തിൽ കണ്ടത്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ താങ്കൾ പ്രതികരിക്കുന്നത്? അല്ല, ഒന്ന്, ഈ കളിയിലെ ഈ വിവാദങ്ങളൊന്നും രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത്, ഈ ക്രിക്കറ്റിന്റെ കളി കാണുക അല്ലെങ്കിൽ വരാതിരിക്കുക എന്നുള്ള ഒരു
ഒരു കായികത്തിനെ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവരും വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഇതിന്റെ കളിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കളിയിൽ ഉള്ള ആ പ്രസക്തി, പ്രത്യേകിച്ച് ആദ്യത്തെ 2 ഏകദിനങ്ങളും ശ്രീലങ്ക പരാജയപ്പെട്ടതോടുകൂടി കളിയുടെ ആ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇതേ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയാണ് ഈ ഒരു മത്സരം കളിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ടിക്കറ്റിന് വേണ്ടി അലയുന്ന നമ്മുടെ കായിക കാണികളെ കാണാൻ നമുക്ക് സാധിക്കുമായിരുന്നു. അപ്പൊ അത് രണ്ടാണ്. അത് അങ്ങനെ കാണണം. നമ്മൾ ഒരു മത്സരം നോക്കുമ്പോൾ ആ മത്സരത്തിന്റെ പ്രത്യേകിച്ച താല്പര്യം, ഇപ്പൊ സൗത്ത് ആഫ്രിക്ക വന്നപ്പോഴും ന്യൂസിലാൻഡ് വന്നപ്പോഴും വളരെ മികച്ച ഒരു മത്സരം പ്രതീക്ഷിച്ച് അത് തിങ്ങി നിറഞ്ഞ ഒരു ഗാലറി നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ കളിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് നമ്മുടെ കാണികൾ വരുന്നത്. അത് ഒരു കുറവായിട്ട് തന്നെ പറയാം. എങ്കിൽ തന്നെയും ഇപ്പൊ ഈ ശ്രീലങ്ക ഒരു മത്സരം കാണികൾ ഇല്ലാതെ പോയതുകൊണ്ട് ഇനി അടുത്തത് നല്ലൊരു ടീം ഇന്ത്യയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തിങ്ങി നിറയുന്ന സംഭവം ലോകകപ്പിനെയൊക്കെ ബാധിക്കുമോ, ഇവിടെ ഒരു വേദി കിട്ടാനുള്ള സാധ്യത കുറയ്ക്കുമോ എന്നുള്ളതാണ്. അതൊന്നുമില്ല. ഇപ്പൊ ഈ കാര്യവട്ടം ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനെ പറ്റി ലോകം മുഴുവൻ അറിയുന്നതാണ്. കാരണം നമ്മൾ ഒരു മത്സരം നോക്കണം. ഇന്ത്യ ന്യൂസിലാൻഡ് ആദ്യ T20 മത്സരം 8 ഓവറായിട്ട് ചുരുങ്ങി. ആ മത്സരം മഴ കാരണം ഇന്ത്യയിലല്ല ലോകത്ത് ഏത് ഗ്രൗണ്ടാണെങ്കിലും നഷ്ടപ്പെട്ടു പോകാമായിരുന്ന മത്സരം വിജയകരമായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അത് നടത്തുകയുണ്ടായി. കാണികൾ തിങ്ങി നിറഞ്ഞു. പക്ഷെ അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. കാരണം ഏത് മത്സരമാണോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഇപ്പൊ ഇവിടെ മാത്രമല്ല, ലോകത്തൊട്ടാകെ അനവധി മത്സരം. നമ്മൾ ഈ ഇടയ്ക്ക് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ടെസ്റ്റ് മാച്ച് കാണികള് ഇല്ല. മെൽബൺ സ്റ്റേഡിയത്തില് ഒരു മനുഷ്യൻ കാണാനില്ല ഒരു ടെസ്റ്റ് മത്സരം. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതില് മറ്റൊരു കാര്യം, ഈ വിനോദ നികുതി ഉയർത്തലിനെ ഇവര് ഇപ്പോഴും ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. അതിലെന്താണ് താങ്കളുടെ അഭിപ്രായം? അതൊക്കെ ഓരോ സാഹചര്യം അനുസരിച്ച് നികുതി വർധന ഉണ്ടാവും, നികുതി കുറയും. പക്ഷെ എത്ര നികുതി വർദ്ധിപ്പിച്ചാലും നല്ല മത്സരമാണെങ്കിൽ തീർച്ചയായിട്ടും 1000 അല്ല 2000 അല്ല 10,000 കൊടുത്തും കാണികളിലൂടെ വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ അതൊരു വിവാദമാക്കേണ്ട കാര്യമല്ല. ലോകകപ്പ് മത്സരം വരട്ടെ, നമുക്ക് തീർച്ചയായിട്ടും അത് മത്സരം വന്നു കഴിഞ്ഞാൽ അത് തിങ്ങി നിറയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ കായിക മന്ത്രി അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഒരുപക്ഷെ ടിക്കറ്റ് നിരക്കിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞത് പല സംസ്ഥാനങ്ങളിലും ടിക്കറ്റ് നിരക്ക് പല റേറ്റ് ആണ്. അപ്പൊ അതൊക്കെ ഉദ്ദേശിച്ചായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതൊന്നും ഇത്ര വിവാദമാക്കേണ്ട കാര്യമില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇന്നലെ ശശി തരൂർ പറഞ്ഞതുപോലെ കളി കാണാതിരുന്നത് വലിയ നഷ്ടമായി കായിക പ്രേമികൾക്ക്. എന്ത് വലിയ ബോയ്ക്കോട്ടാണെങ്കിലും. അതിപ്പോ വിരാട് കോഹ്ലിയുടെയും ശുഭ്മാൻ ഗില്ലിന്റെ ഒക്കെ ഒരു സെഞ്ചുറി നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ശ്രീലങ്കയുടെ ബാറ്റിംഗ് കണ്ടപ്പോൾ അത് പോയത് തന്നെ എന്തിനാന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവര് 80 റണ്ണിന് ഓൾ ഔട്ട് ആവുന്ന ഒരു കാഴ്ച. അപ്പൊ മത്സരത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ കാണണം. അവിടെയാണ് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു കളിയെ കാണാൻ വരുന്നവര് അവരെ കളിയെ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല മത്സരങ്ങൾ നടക്കണം. അപ്പൊ ഒരുപക്ഷെ ശ്രീലങ്ക എന്നുള്ളൊരു ടീമിന്റെ പെർഫോമൻസ് മികവ് വളരെ താഴ്ന്ന ഒരു നിലവാരത്തിലോട്ട് ഈ പരമ്പരയിൽ പോയി. അത് മാത്രമല്ല, പരമ്പര ഇന്ത്യ നേടി. അതിനുശേഷം വരുന്ന ഒരു മത്സരം. അപ്പൊ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ട് അങ്ങനെ കാണികൾ കണ്ടു കാണില്ല. ഒരുപക്ഷെ നല്ല മത്സരം ഇനി വരികയാണെങ്കിൽ, ഓസ്ട്രേലിയ പോലെയുള്ള മത്സരമൊക്കെ ഇന്ത്യയിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ വരികയാണെങ്കിൽ, കാര്യവട്ടത്ത് വരികയാണെങ്കിൽ തിങ്ങി നിറയും. ഞാൻ ഉൾപ്പെടെയുള്ളവര് ടിക്കറ്റിനായിട്ട് അലയുന്ന ഒരു കാഴ്ച കാണാം. അതെ, സാധാരണ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നലെ അത്തരത്തിലൊരു സംഭവം അല്ല ഉണ്ടായത്. ഈ എടുത്തിരിക്കുന്ന നിലപാട് ഇപ്പം ഒഴിവാക്കേണ്ടിയിരുന്നു. മന്ത്രി സ്വാഭാവികമായിട്ടും ആ ഒരു പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നു. അത് എത്രത്തോളം അപകടമാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത്, ഇല്ലെങ്കിൽ ആളുകളെ അത് എത്രത്തോളം ഹർട്ട് ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം പ്രതികരണങ്ങളിൽ നിന്ന്. പക്ഷെ ഈ ഒരു ബോയ്ക്കോട്ട് കൂടി അവോയ്ഡ് ചെയ്യേണ്ടതല്ലായിരുന്നു. കാരണം സ്പോർട്സിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇങ്ങനെയുള്ള തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടി ആളുകൾ ബോധവാന്മാരാകണ്ടേ, അത്തരം ചിന്തകളിലേക്ക് പോകാതെ? ഇല്ല, ഇപ്പൊ മന്ത്രി പറഞ്ഞുകൊണ്ട് ആൾക്കാർ കളി കാണാൻ പോവില്ല എന്നുള്ളതൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. പിന്നെ പോകുന്നതും, അല്ലെങ്കിൽ ഞാൻ അതാണ് പറഞ്ഞത്, കാരണം ഒരു കളിയെ ആസ്വദിക്കുന്നവര് ഏത് മത്സരമാണ് കാണേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കുക. ഇപ്പൊ അതുപോലെ തന്നെയാണ് സിനിമ കാണാനും പോകുന്നത്. സിനിമയുടെ അഭിപ്രായം പലരും പറയും, പല അഭിപ്രായവും പറയും. പക്ഷെ സിനിമ വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടവരെ അത് പോയി കാണും. എത്ര തുക കൊടുത്താലും അത് കാണും. അതുപോലെ തന്നെയാണ് ഒരു മത്സരം കാണുന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അത് എത്ര തുകയായാലും അത് പോയി കാണുക എന്നുള്ളത് അവരുടേതായ താല്പര്യമാണ്. പക്ഷെ അതില് ഉപരിയായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഒരു മന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് കാണികൾ കുറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി, വളരെ നന്ദി ശ്രീ രംഗനാഥൻ വിഷയത്തിൽ പ്രതികരിച്ചതിന്.